ഇറാൻ ജനതയ്ക്ക് അടിയന്തര മുന്നറിയിപ്പുമായി ഇസ്രായേൽ. അടുത്ത 12 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിൻ യാത്രകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് അടിയന്തര മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഇറാൻ സമയം രാത്രി 9 മണി വരെ ട്രെയിൻ ഉപയോഗിക്കുന്നതിൽ നിന്നും ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവൻ അപകടത്തിലായേക്കും എന്ന് സൈന്യം ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ അറിയിച്ചു. എന്ത് തരത്തിലുള്ള ആക്രമണമാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ വ്യക്തത നൽകിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. ഇറാൻ യുദ്ധം എനിക്ക് അവസാനിപ്പിക്കണം. നാം ഇപ്പോൾ പിന്മാറിയാൽ പോലും അവർക്ക് തകർന്നത് കെട്ടിപ്പടുക്കാൻ 15 വർഷം വേണ്ടിവരും. ഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവായുധം ഇരിക്കാൻ പാടില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഏത് അറ്റകൈ പ്രയോഗത്തിനും താൻ തയ്യാറാണെന്ന സൂചനയാണ് ട്രംപ് നൽകിയത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യകവചം തീർക്കാൻ ഇറാന്റെ കായിക കലാരംഗത്തുള്ളവരോട് ഡെപ്യൂട്ടി സ്പോർട്സ് മിനിസ്റ്റർ അലി റോസ് റഹീമി ആഹ്വാനം ചെയ്തു. വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണങ്ങൾ തടയാനാണ് ഇറാന്റെ ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള US സമയപരിധി അടുത്തിരിക്കെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞ ഇറാൻ വഴങ്ങില്ല എന്നറിയിച്ചു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം ഇപ്പോൾ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ മുന്നറിയിപ്പിനോട് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും രാജ്യം അതീവ ജാഗ്രതയിലാണ്.